ഹലോ നമസ്കാരം. അപ്പോൾ നമുക്ക് ഈ അംഗരംഗ കുർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് സ്ലിറ്റ് മോഡലും ആവാം, ഫ്ലെയർ മോഡലും ആവാം. ശരിക്കും പറഞ്ഞാൽ ഫ്ലെയർ മോഡലാണ് അംഗരംഗ കുർത്തി എന്ന് ഒറിജിനലായിട്ട് പറയുന്നത്. പക്ഷേ സ്ലിറ്റ് മോഡലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ കുറച്ച് നമുക്ക് ഉള്ള തുണി വെച്ചിട്ട്, പരിമിതമായ തുണി വെച്ചിട്ട് അംഗരംഗ മോഡൽ കട്ട് ചെയ്യാനുള്ള വിധം മാത്രമാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയർ മോഡൽ കട്ട് ചെയ്യാനുള്ളതും സ്റ്റിച്ച് ചെയ്യാനുള്ളതും ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇത് നമ്മൾ സ്ലിറ്റ് മോഡലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. കഴുത്ത് മാത്രം, മുകൾ വശം മാത്രമാണ് അംഗരംഗ മോഡലിൽ ഞാൻ കട്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ബാക്കി ഫ്ലെയർ ആയിട്ട് വരുന്ന മോഡൽ ഞാൻ പിന്നീട് അനാർക്കലി പോലെ ഇരിക്കും ശരിക്കും. പക്ഷേ കട്ട് ഈ അംഗരംഗ കട്ടിൽ ഇത് തന്നെയാണ് കട്ട്. പക്ഷേ മോഡൽ അനാർക്കലി പോലെ ഇരിക്കുമെന്നേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ സ്ലിറ്റ് മോഡലാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇട്ട് തരുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സമയമില്ലാത്ത സമയത്താണ് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തരുന്നത്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിന് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് അതുപോലെയുള്ളൊരു സഹകരണം കിട്ടിയാലേ നമുക്ക് തിരിച്ച് അങ്ങോട്ട് അതിനോടൊരു കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കാൻ തോന്നുള്ളൂ. അപ്പം ഞാൻ ഇത്രയും ഇൻട്രസ്റ്റ് കാണിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. കാരണം എനിക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത് നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്ത് തയ്ക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്കിത് ശരിക്കും മറ്റൊരാളിന് പറഞ്ഞു കൊടുക്കാൻ അത്ര ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാനിത് കുറച്ചായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് വന്നു. ഒക്കെ ഉള്ള 5ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുമ്പോൾ ചെന്നിട്ട് പണ്ട് ബട്ടൺ നിക്കറും ഈ ബാക്ക് ഓപ്പൺ ബ്ലൗസ്, അതായത് കഴുത്ത് റൗണ്ടിനൊക്കെ ഉള്ള ബാക്ക് ഓപ്പൺ ബ്ലൗസ്, അങ്ങനെ ഇത് രണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അന്ന് അതൊക്കെ തന്നെയാണ് നമ്മളെ മോഡലുകൾ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പഠിക്കാനൊന്നും പറ്റിയ ഒരു സാഹചര്യമല്ല. കാരണം അന്ന് മെഷീനൊന്നും എല്ലാവർക്കും ഇല്ല. ഒരു 4-5 പേര് ചേർന്ന് ഒരു മെഷീനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാനൊന്നും തരത്തൊന്നുമില്ല. പക്ഷേ ഞാൻ ചെന്ന അവിടുത്തെ കൊച്ചു ജോലികളൊക്കെ ചെറിയ കുട്ടിയല്ലേ, അതെടുത്തോണ്ട് വാ ഇതെടുത്തോണ്ട് വന്നൊക്കെ പറഞ്ഞ് തൂത്തൊക്കെ വാരി അടിച്ചൊക്കെ വാരി വൃത്തിയാക്കിയിട്ട് ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് എന്തിരിക്കും. പക്ഷേ ഞാൻ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അവർ തയ്ക്കുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊന്ന് പഠിക്കാൻ. എന്തോ അറിയില്ല, അതെൻ്റെ ചിലപ്പം ദൈവത്തിന് തോന്നിക്കാണും എൻ്റെ ഭാവിയിലുള്ള എൻ്റെ മക്കളെ വളർത്താനും എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാനും ഒരു തൊഴിൽ എനിക്ക് ദൈവം അന്നേ എനിക്ക് വഴിതെളിച്ച് തന്നതായിരിക്കാം എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അതിലെനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഈ ജോലി വെച്ച് തന്നെയാണ് എൻ്റെ മക്കളെ നോക്കിയതും എൻ്റെ എല്ലാം ഇന്ന് കാണുന്ന എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ജോലി വെച്ച് തന്നെയാണ്. കാരണം ഞാൻ ഗൾഫിൽ പോയി എന്നാലും അവിടെ ചെന്നും ഈ ജോലി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു മോശപ്പെട്ട ജോലിയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നല്ല, എനിക്ക് അഭിമാനത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണ്. ഈ ജോലി ഞാൻ 100% ആത്മാർത്ഥത പുലർത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഷോപ്പ് വിടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് എൻ്റെ മക്കളെ കൂടെ എൻ്റെ കുട്ടികളൊന്നും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. നേരം വിളിക്കും പോയിട്ട് അത് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഷോപ്പ് അടച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി. കാരണം മക്കളെ കൂടെ ഒന്നും നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മൾ മരിക്കുന്നവരല്ലേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും. അപ്പം എൻ്റെ കുട്ടികളെ കൂടെയൊക്കെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതൊന്നും എനിക്ക് സാധിക്കുന്നില്ല. കാരണം അവർ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഇല്ല. ഞാൻ നേരം വിളിക്കുമ്പോൾ എന്നെ അവർ കാണാൻ പോലും കിട്ടത്തില്ല. അപ്പം അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് എൻ്റെ ഷോപ്പ് മിക്കവാറും ഞാൻ സെയിൽ ചെയ്യും. റെൻ്റാണ്. സെയിൽ ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഓൺലൈൻ ബിസിനസ്സും, കുറച്ച് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ചേച്ചി പഠിച്ചതുപോലെ ഞങ്ങളെ പഠിപ്പിച്ചു തരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം അവർ പലപ്പോഴും കടയിൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് നോക്കിയിരിക്കും ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അറിയാം ഞാനൊരു എളുപ്പ വഴിയാണ് കട്ട് ചെയ്യുന്നതൊക്കെ എന്ന്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ വരച്ച് കുറിച്ച് 4 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിച്ച് അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. സാധനം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കത് ഒരു ഭയങ്കര ടഫായതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്. പക്ഷേ ദൈവം സഹായിച്ചിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല. ഏത് മോഡൽ കണ്ടാലും ഞാൻ തയ്ക്കും. ഇത് മാത്രമല്ല, ഗൗണും എല്ലാ മോഡലും ഞാൻ തയ്ക്കും കേട്ടോ. പാർട്ടി ഡ്രസ്സും എല്ലാം ഞാൻ തയ്ക്കും. പക്ഷേ ഞാൻ എങ്ങനെ പഠിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെനിക്ക് ഈശ്വരൻ തന്ന ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം തന്നെയാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഈ ഒരു ജോലി നമുക്ക് സ്ത്രീകൾക്ക് ഒരു ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിലും അവർക്കൊരു ഡ്രസ്സ് എടുത്ത് തയ്ക്കാനോ, കൊച്ചു മക്കൾക്ക് പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് തയ്ച്ചു കൊടുക്കാനോ, അടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ തയ്ച്ചു കൊടുത്താൽ എന്തെങ്കിലും നമ്മളെ ചില്ലറ കാര്യങ്ങളൊക്കെ നടന്നു പോകും കേട്ടോ.
അത്യാവശ്യം കൂലി കിട്ടുന്ന ഒരു ജോലിയാണ്. നമുക്ക് 2 ചുരിദാർ അടിച്ചാൽ മതി, നമ്മൾ ഒരു ദിവസം സുഭിക്ഷമായിട്ട് ചിലവഴിച്ച് പോകാം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഇതൊരു പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നിൽ നിന്ന് പഠിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾ ആരിൽ നിന്ന് പഠിച്ചാലും നല്ലൊരു ജോലിയാണ് കേട്ടോ. ജോലി ഉള്ളവർക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കാം. അപ്പോൾ നമുക്കിത് അംഗരംഗ കുർത്തി കട്ട് ചെയ്യാനെന്ന് പഠിക്കാം കേട്ടോ. നമ്മുടെ അഞ്ജന സിസ്റ്ററാണ് ഇത് ആവശ്യപ്പെട്ടിരുന്നത്. എളുപ്പ വഴിയിൽ നമുക്ക് അംഗരംഗ കുർത്തി കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ. നമുക്കിപ്പോൾ ആദ്യത്തെ പീസ് ഞാൻ പറഞ്ഞില്ലേ, 2 പീസാണ് എൻ്റെ കയ്യിലുള്ളത്. അതായത് 2.5 മീറ്ററോളം ഉണ്ട് കേട്ടോ, പക്ഷെ 2 പീസാണുള്ളത് എൻ്റെ കയ്യിൽ കേട്ടോ. നമ്മൾ അംഗരംഗ കുർത്തിയാണ് ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു കുർത്തിയാണ്, കാരണം മീഡിയം സൈസ്, അതായത് 38 ഇഞ്ച് വണ്ണമുള്ള ഒരു അംഗരംഗ കുർത്തിയാണ് നമുക്കിന്ന് കട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് 43 അപ്പം ഞാനിവിടെ ഇതാ 44 അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള തുണിയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ 1 ഇഞ്ച് ഇറക്കം കൂട്ടിയിട്ടേക്കണം, കാരണം ഒരു നനയ്ക്കുമ്പോൾ കൊണ്ട് ചുരുങ്ങിക്കളയത് ഖാദി കോട്ടനാണ്, പെട്ടെന്ന് ചുരുങ്ങുക കേട്ടോ. അങ്ങനെയുള്ളത് കണ്ടാൽ ഞാൻ നീളം വാക്കിനാണ് തുണി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടോ, ഇതൊരിക്കലും നിങ്ങൾ കുറുകെ എടുക്കരുത് കേട്ടോ, ഭംഗി കിട്ടത്തില്ല. എങ്ങനെ നമ്മൾ ടോപ്പ് അടിച്ച് വെച്ചാലും ഭംഗി കിട്ടത്തില്ല. ഈ ഡിസൈൻ എങ്ങനെയാണോ വരുന്നത് അത് കണക്കാക്കി നിങ്ങൾ കട്ട് ചെയ്യാവൂ കേട്ടോ. തുണി ഇല്ലല്ലോ എന്ന് കരുതി നിങ്ങൾ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു മഹാ ബോറായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡിസൈൻ വരുന്ന വാക്കിനെ നിങ്ങൾ എടുക്കാവൂ കേട്ടോ. പ്രത്യേകിച്ച് കുർത്തിക്കൊക്കെ ഓരോ ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ കണക്കാക്കി എടുത്തില്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഭംഗിയും കാണത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസാണ് ബാക്ക് പീസാണ് നമ്മൾ ആദ്യം ഇടുന്നത്. നമ്മളിവിടെ 38 അളവപ്പെടുത്തി. എന്നിട്ട് നമുക്കിവിടെ ഫിറ്റ് വേണമെന്ന് പറയുമ്പോൾ നമുക്കിവിടെ 14 ഇഞ്ച് താഴ്ത്തിയിട്ട് 14-15 ഇഞ്ച് താഴ്ത്തിയിട്ട് നമുക്കിവിടെ എടുക്കാം. 32 വേണ്ടത്. 32 എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു 9 ഇഞ്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഓപ്പൺ ലെന്താണ്. ഓപ്പൺ ലെന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ട് 20 ഇഞ്ചാണ് ഓപ്പൺ ലെന്ത് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എളുപ്പം അടയാളപ്പെടുത്താനായിട്ട് ഞാനൊരു കുറേ മാർക്ക് കൊടുത്തേക്കാം. അതായത് ഇത് ചെസ്റ്റിൻ്റെ ഭാഗം പറഞ്ഞിടാം. ഇവിടെ ഒരു വര കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മഞ്ഞ ചോക്കായിരിക്കും കുറച്ച് ഇതിവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു വര കൊടുത്തു. അടുത്ത് നമ്മൾ പിറ്റ് വണ്ണത്തിൻ്റെ അവിടെ ഒരു വര കൊടുത്തു. അടുത്ത് നമ്മൾ ഓപ്പൺ പിറ്റിൻ്റെ അവിടെ ഒരു വര കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം ഇതെവിടെയാണെന്ന് മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് അങ്ങനത്തെ അത്രയൊന്നും പിന്നീടാണ് ഞാൻ ഓർത്തത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ ചരിച്ച് വെട്ടിയിട്ടുണ്ട്. അറിയാമല്ലോ, ഷോൾഡറിൻ്റെ അവിടെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഏത് തുണി വെട്ടിയാലും ഈ ഷോൾഡറിൻ്റെ അവിടെ നിങ്ങൾ 1 ഇഞ്ച് ചരിച്ച് കൊടുക്കണം. 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ചെങ്കിലും നിങ്ങൾ ചരിച്ച് കൊടുക്കണം, എങ്കിലേ പറ്റൂ. കാരണം ഷോൾഡർ ഒരിക്കലും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, ഒരല്പം ചരിവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചരിവിലേക്ക് നമ്മൾ വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇവിടെ കൊണ്ട് പൊങ്ങിയിരിക്കുമോ, ഇവിടെ ഒരുമാതിരി എയർ ബബിൾ കയറിയതുപോലെ ഇരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എയർ ബബിൾ പൊങ്ങിയിരിക്കത്തില്ലേ, അതുപോലെ ഇരിക്കും. അത് നമുക്ക് ബോറാണ്. അതുകൊണ്ട് നമുക്കിവിടെ അത് നമുക്ക് ഇടുമ്പോൾ കംഫർട്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ 7 ഇഞ്ച് 14 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അതായത് കഴുത്ത് അത്യാവശ്യം വൈഡ് കഴുത്തായതുകൊണ്ട് 14 ഇഞ്ച് മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് 6 ഇഞ്ച് നമുക്ക് കൈക്കുഴി വേണം. അപ്പം കൈക്കുഴി 6 ഇഞ്ച്. അപ്പോൾ നമ്മളിത് ചെസ്റ്റിൻ്റെ മുകളിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു വര കൂടെ കൊടുത്തു. അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ ചെസ്റ്റിൻ്റെ മുകളിൽ ഈ ഒരു അടയാളപ്പെടുത്തൽ വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈക്കുഴിയിലെ ഈ ഷോൾഡർ ഇവിടെ നിന്ന് ഈ വെട്ടിൻ്റെ ഇവിടെ നമ്മൾ അടയാളം എടുത്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന്, അതായത് ഇവിടുത്തെ വണ്ണം, ഇവിടുത്തെ കറക്റ്റുള്ള അളവെടുത്തിരിക്കണം. കാരണം ഇവിടെ കുറഞ്ഞു പോയാലും ഇവിടെ കൊണ്ട് ഇങ്ങനെ പിടിക്കും, കൂടിപ്പോയാലും ഈ കൈക്കുഴിയും കഴിഞ്ഞ് കിടക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇവിടുത്തെ ഒരു അടയാളം എടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വര നേരത്തെ കൊടുത്തതുപോലെ ഒരു വര കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ വിട്ടെന്ന് പറയുമ്പോൾ ഒരു 14 ഇഞ്ച് മതി. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വരും. അതായത് നമ്മളെ കൈക്കുഴി എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ 6 ഇഞ്ചിൽ സ്ക്വയറായിട്ടൊരു വര കൊടുത്തു. അടുത്ത് 6 ഇഞ്ചിൽ അതിൻ്റെ ഇപ്പുറത്തോട്ട് ആ ഫുള്ള് വര കൊടുത്തു. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ വളച്ചു കൊടുക്കണം.
മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് നമ്മൾ ഈ വരയിലേക്ക് മാർക്ക് ചെയ്യണം. അതായത് ഈ ഇത് ചെസ്റ്റ് വണ്ണം, ഇതാണ് നമ്മൾ ചെസ്റ്റ് വണ്ണം. ചെസ്റ്റ് വണ്ണം എന്ന് അറിയാൻ നമുക്ക് 38 വേണ്ടത്. ഞാനിവിടെ 40 ഇഞ്ചിട്ട് വെട്ടിയിട്ടുണ്ട്. ഈ 40 ഇഞ്ചിൽ നിന്ന് നമ്മൾ തുടങ്ങി ഇവിടെ 9 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ 8.5 ഇഞ്ച്, നമുക്ക് 32 വേണ്ടത്. അപ്പം ഞാൻ 9 ഇട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് വേണമെങ്കിൽ ഈ സ്കെയിൽ കൊണ്ട് തന്നെ ഇങ്ങനൊരു വര കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഓപ്പൺ ഫിറ്റിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ 38 ഇഞ്ച് വണ്ണം വേണം. 39 വേണം. അപ്പം നമ്മൾ 40 ഇഞ്ചിട്ട് വരയ്ക്കുന്നുണ്ട്. 40 ഇഞ്ചിട്ട് വരച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ കൊടുത്തു. അപ്പം 40 ഇഞ്ച്. ഈ 40 തന്നെ നമ്മൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഒരല്പം ലൂസാക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ താഴോട്ട് വരുമ്പോൾ ഒരല്പം വൈഡ് വേണം. പിന്നെ ചിലർക്ക് സ്ട്രെയിറ്റ് മതി കേട്ടോ. ഇതൊരല്പം വൈഡായിട്ട് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ കഴുത്തെടുക്കാം. നമുക്ക് ബാക്ക് കഴുത്ത് എത്ര ഇറക്കണോ അത് കണക്കാക്കി എടുക്കണം അളവ്. എല്ലാവർക്കും ഒരുപോലെ അല്ല. ചിലർക്ക് ബാക്ക് കയറിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ബാക്ക് ഇറങ്ങുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ നെക്കാണ് വേണ്ടത്. നമുക്കൊരു 3 ഇഞ്ച് ഇറക്കം മതി. 3 ഇഞ്ച്. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് കഴുത്ത് നല്ല ഇറങ്ങുമ്പോഴത്തേക്ക് ബാക്ക് കഴുത്ത് ഇറക്കം കുറച്ചിരുന്ന ഫ്രണ്ട് നല്ല പിടിച്ച് കിടക്കും. ബാക്കും ഇറക്കം കൂട്ടി ഫ്രണ്ടും ഇറക്കം കൂട്ടുമ്പോൾ കഴുത്ത് കൊണ്ട് ഒരുപാട് വലുതായിപ്പോൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് 3 ഇഞ്ച് മതി. അവർക്ക് വൈഡ് എടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെയും നമുക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് സ്ക്വയറായിട്ട് വരച്ചിട്ട് ഇവിടെ വളച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ഈ സ്ക്വയർ വിടരുത്. സ്ക്വയറായിട്ട് വരച്ചിട്ട് വളയ്ക്കുമ്പോൾ കറക്റ്റ് അളവ് കിട്ടും. പക്ഷേ നമ്മളിങ്ങനെ ആദ്യമേ വളയ്ക്കുമ്പോൾ ചിലപ്പോൾ വളവ് കിട്ടൂല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് കഴുത്ത് കുറച്ച് വൈഡായതുകൊണ്ട് ഷോൾഡർ കുറച്ച് മതി. ഓക്കെ, അപ്പോൾ നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കഴുത്ത് കട്ട് ചെയ്യുന്നു ഈ വളവിന്. എന്നിട്ട് ഷോൾഡർ നമ്മൾ ചരിച്ച് വെട്ടി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിവിടുന്ന് കൈക്കുഴി വെട്ടണം. കൈക്കുഴിയൊക്കെ നല്ല റൗണ്ടായിട്ട് വെട്ടി കൊടുക്കണം. കാരണം ഇത് അല്ലെങ്കിൽ പിടിക്കും. ഇവിടെ വെട്ടി, എന്നിട്ട് ഇവിടെ നിന്നും വെട്ടി, ഇവിടെയും വെട്ടി. അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്തോറും കുറച്ചൊന്ന് ചരിച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചൊരു വഴി കിട്ടും. ഒരുപാട് ടൈറ്റായ കുഴപ്പമില്ല. അപ്പോൾ കുറച്ചൊരു വഴി കിട്ടും. അപ്പോൾ നമുക്ക് ഇതുവരെ മതി. 43 ഇഞ്ച് 44 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് പീസാണ് കേട്ടോ. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ നമുക്ക് അംഗരംഗ കുർത്തിക്ക് വേറൊരു വിശേഷണവും ചെയ്യാനില്ല. നമ്മൾ സാധാരണ കുർത്തി എങ്ങനെയാണോ വെട്ടുന്നത് അതുപോലെ തന്നെയാണ് ബാക്ക് പീസ് വെട്ടുന്നത്. അതിലൊരു മാറ്റവും ഇല്ല. നമ്മൾ എല്ലാ ടോപ്പും വെട്ടും പോലെ തന്നെയാണ് ബാക്ക് പീസ്. അപ്പോൾ നമുക്ക് ഈ പീസ് അങ്ങ് മാറ്റിയിടാം. നമുക്ക് കൈക്കെടുക്കാം. ഇവിടെ നമുക്കൊരു പീസ് വേറെ ഉണ്ട്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് എടുക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏത് വശമാണോ വേണ്ടത്. അതായത് ചിലർക്ക് ലെഫ്റ്റ് ആയിരിക്കും, ചിലർക്ക് റൈറ്റ് ആയിരിക്കും. റൈറ്റ് വേണമെന്നുള്ളവർക്ക് റൈറ്റും, ലെഫ്റ്റ് വേണമെങ്കിൽ ലെഫ്റ്റും. ചിലർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ അംഗരംഗ മോഡൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ചിലർക്ക് ലെഫ്റ്റിലോട്ട് ഇരിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് റൈറ്റിലോട്ടാണ്. അത് നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സൈഡൊന്നുമില്ല. ഏത് സൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ സൈഡിലോട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിത് ചെയ്യേണ്ടത്, റൈറ്റ് സൈഡിലോട്ട് വരുന്ന പീസിന് നമ്മൾ ഒരു 5 ഇഞ്ച് കൂടുതൽ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണ് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമുക്കിത് വരേണ്ടത്. അതായത് ഈ അംഗരംഗയുടെ മോഡൽ ഇങ്ങനെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമുക്ക് ചരിഞ്ഞ് വരേണ്ടത്. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കി കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് പീസ്. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരണമെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലുള്ള പീസ് 5 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. അതായത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മുടെ ഈ ചരിവ് കട്ട് വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പീസ് 5 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള പീസിനേക്കാളും 5 ഇഞ്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഏത് സൈഡിലേക്കാണോ നമുക്ക് ചരിവ് വരേണ്ടത് ആ സൈഡിലേക്ക്, അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ചരിഞ്ഞ് വരണമെങ്കിൽ വലത് സൈഡിൽ ഇടതുവശത്താണ് ചരിഞ്ഞ് വരണമെങ്കിൽ നമ്മൾ വലതുവശത്ത് 5 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. വലതുവശത്തോട്ടാണ് വരണമെങ്കിൽ ഇടതുവശത്ത് 5 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഒരു സൈഡ് മാറിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സൈഡ് കൂട്ടി വെട്ടിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ 5 ഇഞ്ച് കൂടുതൽ വെട്ടുകയാണ്. അതായത്
ഇത് നമ്മളെ ഏത് പീസ് വരും? വലത് സൈഡിലെ പീസാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വലത്തോട്ട് ഇടത്തോട്ട് വരും. അപ്പം നമ്മൾ ഇങ്ങനെ വലത് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് വരേണ്ടത് ഇവിടെ 5 ഇഞ്ച് ഞാൻ കൂട്ടി വെട്ടിയിട്ടുണ്ട് കേട്ടോ. 5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മളിങ്ങനെ ബാക്കിലോട്ട് മടക്കണം. ബാക്കിലോട്ട് മടക്കി വെക്കണം. മടക്കി ഒരു പിന്നോ എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ കറക്റ്റ് ബാക്കിലോട്ട് മടക്കി വെച്ച് ഒരു പിന്ന് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പീസായിട്ട് വെട്ടിയെടുക്കണം. പക്ഷേ അതിനേക്കാളും എളുപ്പം ഇതായിരിക്കും. നമ്മൾ ഓരോ പിന്ന് കൊടുക്കും ഇട്ടാണ് ഒരു സൈഡ് വെട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പീസ് പിടിച്ച് വയ്ക്കുന്നു. ഈ ബാക്ക് പീസിൻ്റെ സെയിം അളവാണ് ബാക്കും ഫ്രണ്ടും. അപ്പം നമ്മൾ ബാക്ക് പീസ് ഇവിടെ പിടിച്ച് വെച്ചിട്ട് ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച്, അതായത് നമ്മളിവിടെ 1/2 ഇഞ്ച് ഈ ഫ്രണ്ട് പീസ് 1/2 ഇഞ്ചിനോട് തള്ളി നിർത്തിയിട്ട് ബാക്ക് പീസ് പിടിക്കണം കേട്ടോ. അതായത് 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് വേണം ഫ്രണ്ട് പീസ് പിടിക്കാൻ. കാരണം അവിടെ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ കയറ്റി തയ്ക്കും. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടണം. 5 ഇഞ്ച് ബാക്കിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് പുറമെ 1/2 ഇഞ്ച് തള്ളി വെച്ചിട്ട് വെട്ടണം. അപ്പം നമ്മളിവിടെ വെട്ടേണ്ടത്, കഴുത്തൊന്നും വെട്ടരുത് നിങ്ങൾ. ആദ്യം വെട്ടേണ്ടത് കൈക്കുഴിയും ഈ വണ്ണവും കണക്കാക്കി വെട്ടിയെടുക്കാം. കൈക്കുഴിയും ഈ വണ്ണവും കണക്കാക്കി നമ്മൾ വെട്ടിയെടുക്കാം. ഇനി ഈ ബാക്ക് പീസ് നമുക്കെടുത്തങ്ങ് മാറ്റാം. ബാക്ക് പീസ് മാറ്റുന്നതിന് മുന്നായിട്ട് നമ്മളെടുത്ത ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. അതായത് ഈ ഷോൾഡർ, ഇവിടുത്തെ ഷോൾഡറിൽ ഒരു കട്ട് കൊടുക്കണം. നമുക്കിവിടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഷോൾഡറിൽ ഒരു കട്ട് കൊടുക്കണം. എന്നിട്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അങ്കരങ്ക കുത്തി വെട്ടുമ്പോൾ അകവും പുറവും ഉണ്ടാകുന്ന തുണിയായിരിക്കും ഒരുപോലെ ആയിരിക്കില്ല. അകവും പുറവും ഇല്ലെങ്കിൽ പോലും നമുക്ക് 2 സൈഡ് ഒരുപോലെ ആയിരിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് രണ്ടും ഒരുപോലെ വരണം. അതായത് ഈ 2 സൈഡും പുറം തന്നെ ആയിരിക്കണം. നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടെടുത്ത് ഒന്ന് അകവും ഒന്ന് പുറവുമായിട്ട് വെട്ടിക്കളയരുത്. പിന്നെ നിങ്ങൾക്ക് തയ്ക്കാനേ പറ്റത്തില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ 2 സൈഡും പുറം തന്നെയാണ് വരണമെങ്കിൽ 2 സൈഡും പുറം വരണം. ഇത് ഞാൻ മടക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങോട്ട്. അതല്ലെങ്കിൽ 2 സൈഡും ഇങ്ങനെ അകഭാഗം തന്നെ വരണം കേട്ടോ. ഇങ്ങനെ തന്നെ വരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റത്തില്ല. ഒന്നാകും ഒന്ന് പുറവും ആയിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ഇതിന് കുറേ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ പോയാൽ പോയി കേട്ടോ. അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിച്ച് സമയമുള്ളപ്പം ശ്രദ്ധിച്ച് വേണം വെട്ടിയെടുക്കാൻ. അപ്പം നമുക്കിനി ഇതിൻ്റെ ഒരു ബാക്കി പണി തുടങ്ങാം. ഇനിയാണ് നമുക്ക് പണിയല്ലേ, ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 5 മതി. അപ്പോൾ 5.5 ഇഞ്ച് കഴുത്തായപ്പോൾ 5.5 ഇഞ്ചൂടെ കഴുത്ത് ഇവിടെ ഒരു 3 ഇഞ്ചിട്ട് നമുക്ക് വൈഡ് അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെയും നമുക്ക് 3 ഇഞ്ച് അകലപ്പെടുത്തി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ വരച്ചു. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ വരച്ചു. അപ്പോൾ ഈ സ്ക്വയറിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ നമ്മൾ ഒരു റൗണ്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്വയറിൽ റൗണ്ട്. ഇത് നമുക്ക് കൂടുതലും കഴുത്ത് ചേരുന്നത് ഈ വി നെക്ക് പോലെ, അതായത് ആലില പോലെ വരുന്ന കഴുത്താണ്. ആലില കഴുത്ത് അറിയാമല്ലോ നമുക്കിത് ഇങ്ങനെ ഈ ഷേപ്പിൽ, അതായത് ഈ ഷേപ്പിൽ വരുന്ന കഴുത്തായിരിക്കും കൂടുതൽ ഭംഗി. അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ വരത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ള കഴുത്താണ് ഇതിന് കൂടുതൽ കിട്ടുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കഴുത്ത് നോക്കി വരയ്ക്കുക. അല്ല നമുക്ക് ഇതിന് സ്ക്വയർ നെക്കോ റൗണ്ട് നെക്കോ അല്ലെങ്കിൽ വേറെ നെക്കോ ഒന്നും ചേരത്തില്ല. മിക്കവാറും അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഈ ഉടുപ്പിന് ഈ വി പോലത്തെ വി കഴുത്ത് ചേരും. ഈ ആലില പോലെ, അതായത് കുറച്ച് റൗണ്ട് കുഴിഞ്ഞ റൗണ്ടായിട്ട് വരാം, വി നെക്ക് വരാം. അങ്ങനെയൊക്കെ ഈ ഇതിൽ ചേരുന്നത് അങ്ങനെയുള്ള കഴുത്തുകളാണ്. അതൊക്കെ നമുക്ക് നല്ലതായിട്ട് തയ്ച്ചെടുക്കാനും പറ്റും. അങ്ങനെയുള്ള കഴുത്താണ് ഇതിന് പെർഫെക്റ്റ് കേട്ടോ. സ്ക്വയറൊക്കെ തയ്ക്കാം. പക്ഷേ സ്ക്വയർ തയ്ക്കുമ്പോൾ ഇവിടുത്തെ ഈ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നേരെ ഇരിക്കും. മറ്റേ നമ്മളെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചരിച്ച് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അടുത്തത് കൂടെ തുടങ്ങാം. അടുത്തത് കൂടെ നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് വെച്ച് വെച്ചത്. ഇത് നമുക്ക് ബാക്ക് പീസ് വെട്ടരുത്, ഒരു പീസ് വെട്ടരുത്. ഈ മടക്കി വെച്ചിങ്ങനെ വെട്ടരുത്. നമുക്ക് ഈ നൂത്ത് വെച്ചിരിക്കുന്ന ഭാഗം മാത്രം വെട്ടുക. ഈ വളവിന് തന്നെ വെട്ടിയെടുക്കുക. ഇതിപ്പോൾ റൗണ്ട് പോലെ ഇരിക്കുന്നത് അല്ലേ,
തയ്ച്ചെടുക്കുമ്പോൾ നമുക്കൊരു റൗണ്ട് പോലെ തന്നെ കിട്ടും, കുഴിഞ്ഞ റൗണ്ടായിട്ട് കിട്ടും. ഈ പീസ് നമുക്കിവിടെ വെച്ച് വയ്ക്കാം. അപ്പം നമ്മൾ ഇത് ഒരു പീസ് എടുത്ത്, നിങ്ങൾക്ക് ഇനി അപ്പുറത്തെ പീസാണ് ആദ്യം വെട്ടണമെന്ന് തോന്നിയാൽ അത് വെട്ടാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇനി ഇതാ ഇവിടെ നമുക്ക് ഒരു മാർക്ക് കൊടുക്കണം. ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുത്തു, ഇവിടെയും നമ്മളൊരു അടയാളം കൊടുത്തു. ഇവിടെയാണ് ഈ കഴുത്തിൻ്റെ ഈ എൻഡ് ഭാഗം നമുക്ക് വരുന്നത്, ഇവിടെ ഒരു അടയാളം കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു ഭാഗം മറ്റു വശം ഞാൻ നൂത്തിട്ടു അല്ലേ, ഇങ്ങനെ നൂത്തിടാം. നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ഇടാം, ഇങ്ങനെ ഇടാം. ഇതിപ്പോൾ നല്ല വശത്താണ്, നല്ല വശത്തിട്ടിട്ട് നമ്മളിതാ ഇപ്പം അപ്പുറത്തെ സൈഡിലെ കഴുത്ത് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഇതെടുത്ത് വെച്ച് പിടിച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വരച്ച് വെട്ടുമ്പോൾ ചിലപ്പം രണ്ട് അളവായി പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പീസ് തന്നെ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇത് ഇത്രയും ഷോൾഡറാണ്, അറിയാമല്ലോ, ഇവിടെയാണ് കൈക്കുഴി വന്നിട്ടുള്ളത്, ഇത് ഇത്രയും ഷോൾഡറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് വയ്ക്കാം, ഇതിങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റായിരിക്കും. കണ്ട ഈ കട്ട്, ഈ വെട്ട് നടുക്കാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നിന്നാണ് പിടിക്കേണ്ടത്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഈ വെട്ട് കൊടുത്തതിനടുത്തുനിന്ന് നമ്മൾ ഇവിടെ നിന്ന് പിടിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് അളവിന് കേട്ടോ. എന്നാലേ രണ്ട് സൈഡിലുള്ള കഴുത്തും ഒരേപോലെ വരും. ഈ കഴുത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ അടയാളം എടുത്തല്ലോ, എത്ര ഇഞ്ച്? 5.5 ഇഞ്ച്. ആ 5.5 ഇഞ്ച് നമ്മൾ ഇവിടെ എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇവിടെ ഒരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കാം. ആദ്യമേ ഒരു സ്ക്വയർ പോലെ വരച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വേണം. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് ഫുള്ളായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമ്മൾ വെട്ടിയെടുക്കാം. ഇനി ഇതങ്ങ് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം അറിയാമോ? ഇവിടെ നിന്നൊരു 4 ഇഞ്ചോ 3 ഇഞ്ചോ നിങ്ങൾക്ക് എത്ര ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ് വരണോ അതുപോലെ ചരിക്കാം. അപ്പോൾ ചരിഞ്ഞ് വരണത് വെട്ടേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിടിച്ചിട്ട് നിങ്ങൾ ഇവിടെ എത്ര ഇഞ്ച് നിങ്ങൾക്ക് ചരിഞ്ഞ് വരണം നോക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് ഇപ്പം ചരിഞ്ഞ് വരേണ്ട അറിയാമല്ലോ, ഇത്രയും നമുക്ക് ചരിഞ്ഞ് വരണം അല്ലേ, ഇത്രയും ചരിഞ്ഞ് വരണം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ ഷോളറിൽ നിന്ന് പിടിക്കണം, ഈ ഷോളറിൻ്റെ അളവിൽ നിന്ന് പിടിച്ചിട്ട് നമുക്ക് ചരിഞ്ഞ് വരാൻ നോക്കണം. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് പിടിച്ചു, നമുക്കൊരു എത്ര ഒരു 8 ഇഞ്ച് എടുക്കാം അല്ലേ. 8 ഇഞ്ച് നമുക്ക് ചരിച്ച് വരാം. അപ്പോൾ 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ അടയാളപ്പെടുത്തണം. 8 ഇഞ്ച് നമ്മൾ ഇവിടെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ നിന്ന് നമ്മളിവിടെ കഴുത്ത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കഴുത്തിൻ്റെ അടയാളം. ഇവിടെ നിന്ന് തുടങ്ങി ഈ കഴുത്തിൻ്റെ എൻഡിൽ നിന്ന്, അതായത് നമ്മൾ ഇവിടെ എവിടെയാണോ എൻഡ് പോയിൻ്റ് ഉള്ളത് അവിടെ നമ്മളൊരു കൊട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു കൊട്ടുണ്ടായിരുന്നു, അത് കഴുത്ത് കിട്ടിയപ്പോൾ പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊട്ടിയിൽ നിന്ന് നമ്മൾ ഈ വരയിലേക്ക് ഒരു വര വരച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കഴുത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ വരയും കൂടെ അങ്ങ് കട്ട് ചെയ്യണം. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടി വെച്ചിരിക്കുകയല്ലേ, ഇവിടെ ഫ്രണ്ട് പീസ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഫ്രണ്ട് പീസാണ്. ഇത് നമ്മളെ ലെഫ്റ്റിലോട്ട് പോകുന്ന പീസ്, ഇത് ഫ്രണ്ട് പീസ്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് വെച്ചിട്ട് നമ്മൾ ഇതും കൂടെ വെച്ചിട്ട് ഒത്തു നോക്കണം. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കിട്ടുന്നത് കാണാമോ? നിങ്ങൾക്ക് കാണാമോ എന്തോ അറിയില്ല. ഈ 5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ട് ഈ 5 ഇഞ്ച് നമ്മളിവിടെ എടുത്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ കൈ എന്ന് പറയുമ്പോൾ 3/4 കൈയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 3/4 കൈയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 3/4 കൈ എന്ന് പറയുമ്പോൾ ഒരു 13-14 ഇഞ്ച് കൈ മതി. 14 ഇഞ്ച് കൈ. അതിൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു 7 ഇഞ്ച് വണ്ണം ഇട്ട് ഞാൻ വെട്ടാണ്. പക്ഷേ 7 ഇഞ്ച് വേണ്ട, 12 ഇഞ്ച് 11 ഇഞ്ചൊക്കെ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കൈ വരയ്ക്കാനുള്ളത്. ഞാൻ കൈ വരയ്ക്കുമ്പോൾ നിങ്ങളോട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ചാണ് കൈക്കുഴി എടുക്കേണ്ടത്. കണ്ട 5 ഇഞ്ച് കറക്റ്റ് നമ്മൾ എങ്ങനെ വരച്ചാലും ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റാണ് വരച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് അടയാളം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു 5 ഇഞ്ച് നമ്മളിങ്ങനെ ഒരു വര കൊടുക്കുക. കൈക്കുഴി വെട്ടാൻ എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വര കൊടുക്കുക നമുക്ക്.
5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു വര കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഈ വരയെ കൊണ്ടൊന്ന് കൂട്ടിമുട്ടിക്കുക, വളച്ചു കൊണ്ടുവരണം. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ എത്ര വണ്ണമാണോ അതിനേക്കാളും 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഒരു മാർക്ക് കൊടുക്കുക. ആ വര ഇവിടെയും കൂട്ടിമുട്ടിക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് കൈ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ ആ വര ഉണ്ടോ? ഈ വര നമ്മൾ വരയ്ക്കുക. ഇവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും 5 ഇഞ്ച് എടുക്കുക. ഈ വരയിൽ നിന്ന് ഈ 5 ഇഞ്ചിൻ്റെ എൻഡിലേക്ക് നമ്മളിങ്ങനെ ഈ 5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഈ വരയിലേക്ക് വളച്ചുകൊണ്ട് കൂട്ടിമുട്ടിക്കുക. അപ്പോൾ കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ കട്ടിങ് കഴിഞ്ഞായിരുന്നു. നമുക്കിനി വേണ്ടത് അതിൻ്റെ ഒരു ചുറ്റും നമുക്ക് വെറുതെ പ്ലെയിനായിട്ട് അടിച്ചു പോയാൽ ഒരു ഭംഗിയും കാണത്തില്ല അല്ലേ? അപ്പം ഞാൻ ഇത് നമുക്കൊരു ഇത് ഒരുമാതിരി ബ്ലാക്കും ഒരു ആഷും കൂടെ വരുന്ന ഡിസൈനാണ്. നമുക്കിതിന് വരുന്നത് ബ്ലാക്കും ആഷും വൈറ്റും കൂടെ വരുന്നത്. അപ്പോൾ ഈ വൈറ്റും കൂടെ എടുത്ത് കാണിക്കാൻ കണക്കിന് നമുക്കൊരു പട്ട അതിൽ കൊടുക്കണം. അങ്ങറ്റം ഇങ്ങനത്തെ കഴുത്തിലൊരു ചുറ്റുമായിട്ടും നമ്മളെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്നേ ചുറ്റി ഇവിടെ കൂടെ വന്ന് ഒറ്റ പീസായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ക്രോസ് പീസ് വെട്ടിയെടുക്കാം. ക്രോസ് 2, 3, 4 പീസ് കിട്ടി. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ലൈനിങ് വയ്ക്കുന്നില്ല കേട്ടോ. ഞാൻ ലൈനിങ് വയ്ക്കാതെയാണ് തയ്ക്കുന്നത്. കാരണം ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് തയ്ക്കാൻ ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. കൈക്ക് നമ്മൾ ആ ബോർഡറിൻ്റെ അതായത് കഴുത്തിൽ വെച്ചടിക്കുന്ന ബോർഡറിൻ്റെ തന്നെ കൈക്ക് ഇവിടെ കൊടുക്കുവാണ് കേട്ടോ. കയ്യിൽ വയ്ക്കണം. അപ്പം നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങാം അല്ലേ? കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ